ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കാനഡയിൽ വന്നപ്പോഴത്തേക്കും എനിക്ക് കുറച്ച് ഡോക്യുമെന്റ്സും കാര്യങ്ങളും ഒക്കെ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ആ IELTS എന്നൊരു എക്സാം നമ്മൾ ക്ലിയർ ചെയ്താൽ തന്നെ 50%ഓളം എടുത്ത ഈ കോഴ്സിന്റെ 1 ഇയർ ട്യൂഷൻ ഫീ ഫുള്ളും ഞാൻ അടച്ചതിന്റെ റെസീപ്റ്റും കൂടെ അതിന്റെ കൂടെ നമ്മൾ വെക്കേണ്ട ഒരു സംഭവമാണ് GIC. പിന്നെ ഞാൻ കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ അക്കാഡമിക് എല്ലാ സർട്ടിഫിക്കറ്റും, അതായത് ഇൻകം സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ്. അപ്പൊ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ അടുത്ത് പോയിട്ട് നമ്മളുടെ ഇത്രയും കാര്യങ്ങൾ, ഇത് ഇന്ന സാധനങ്ങളൊക്കെ എനിക്കുണ്ട് എന്നുള്ളത് പറഞ്ഞ് അവര് ഇവാലുവേറ്റ് ചെയ്ത് തരുന്ന ഒരു ലെറ്റർ ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പൊ എനിക്കെന്ന് പറഞ്ഞാൽ എന്റെ ഇൻകം സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് CA എടുത്ത് ഇവാലുവേറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ഒരു നോട്ടറി അറ്റസ്റ്റേഷൻ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതൊരു എനിക്ക് എത്ര രൂപയുടെ സ്റ്റാമ്പ് പേപ്പർ എന്നൊന്നും അറിയില്ല. ഒരു സ്റ്റാമ്പ് പേപ്പറിൽ എനിക്ക് തോന്നുന്നു ഒരു $100 രൂപയുടെ എന്തോ ആണ് തോന്നുന്നു. സ്റ്റാമ്പ് പേപ്പറിൽ നമ്മൾ ഒരു ഫോർമാറ്റ് ഉണ്ട്, ആ കണ്ടന്റ് കൊടുക്കുന്നതിന് ഒരു ഫോർമാറ്റ് ഉണ്ടായിരുന്നു. ആ ഫോർമാറ്റ് ത്രൂ നമ്മൾ ജസ്റ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ ഇതേപോലെ FDയുടെ കുറച്ച് പ്രൂഫും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് അത്ര മാത്രമേ ഞാൻ വെച്ചിട്ടുള്ളായിരുന്നു. പിന്നെ ഞാൻ പറയുന്ന എൻ്റെ മാത്രം കാര്യമാണ്, ഞാൻ ഒന്നുകൂടെ എടുത്തു പറയുകയാണ്. ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് 3 വർഷമായി. അപ്പോൾ ഈ 3 വർഷത്തിനിടയ്ക്ക് റൂൾസൊക്കെ മാറിയിട്ടുണ്ടാവും. ഒരുപക്ഷെ ഡോക്യുമെന്റ്സിന്റെ എണ്ണം മാറിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഡോക്യുമെന്റ്സ് കൊടുക്കുന്നതിന്റെ ഫോർമാറ്റ് മാറിയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ എൻ്റെ കാര്യം പറയുന്നത് വെച്ചിട്ട് ഇതാണ് ശരി, അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കും ഇപ്പോഴും എന്ന് വിചാരിച്ചൊരിക്കലും ആരും പോയിട്ട് ചെയ്യരുത്. മെയിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ഏജൻസി അടുത്ത് പോയിട്ട് ഇപ്പോഴത്തെ കാര്യം എന്താണ് എന്നുള്ളത്, ഞാൻ ഇന്ന കാര്യങ്ങൾ അറിഞ്ഞു, ഇപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ ആണോ എന്നുള്ളതൊന്നും കൂടെ ചെക്ക് ചെയ്യുക. ഡബിൾ ചെക്ക് ചെയ്തിട്ട് മാത്രമേ ഇറങ്ങിത്തിരിക്കാവുള്ളൂ. പിന്നെ ഞാൻ വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ SOP. ആക്ച്വലി പറഞ്ഞാൽ ഈ SOP വൺ ഓഫ് ദി മെയിൻ തിങ് ആണ്. ഇതിനൊക്കെ കാട്ടിയിട്ടും മെയിൻ ആയിട്ടുള്ളൊരു കാര്യമാണ് SOP. അതായത് SOP എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ്, അതായത് സ്റ്റഡി പ്ലാൻ. അതിനകത്ത് ഞാൻ നേരത്തെ ഫസ്റ്റ് ഞാൻ പറഞ്ഞു, ഇപ്പൊ കെമിസ്ട്രി പഠിച്ച ഒരാൾക്ക് പോയിട്ട് ഫിനാൻസിൽ അടുത്ത കോഴ്സ് ഇവിടെ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇപ്പം ചെയ്യണം. ഇപ്പം കെമിസ്ട്രി പഠിച്ചു, എനിക്ക് കെമിസ്ട്രി വേണ്ട, എനിക്കിനി അടുത്ത് ഇതേപോലെ ഫിനാൻസിലോ അല്ലെങ്കിൽ പ്രൊജക്ട് മാനേജ്മെന്റിലോ അങ്ങനെയൊക്കെ എനിക്ക് കോഴ്സ് എടുക്കാനാണ് ഇഷ്ടം. അപ്പം നിങ്ങൾ ആ SOP അല്ലെങ്കിൽ സ്റ്റഡി പ്ലാനിനകത്ത് കൃത്യമായിട്ട് നിങ്ങൾ എഴുതണം എന്തുകൊണ്ട് നിങ്ങൾക്കത് ചൂസ് ചെയ്യാനായിട്ട് ഇഷ്ടം. നിങ്ങൾ കെമിസ്ട്രി പഠിച്ച ഒരാളാണ്, എന്തുകൊണ്ട് എന്നിട്ട് നിങ്ങൾക്ക് ഫിനാൻസിലോട്ടോ അല്ലെങ്കിൽ പ്രൊജക്ട് മാനേജ്മെന്റിലോട്ടോ വാട്ട് എവർ കോഴ്സ് യു ആർ സെലക്ടിങ്, നിങ്ങൾക്ക് അതിലേക്ക് പോകാനായിട്ട് ഇഷ്ടം എന്നുള്ള കാര്യം നിങ്ങൾ ആ ഒരു റീസൺ നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങളുടെ സ്റ്റഡി പ്ലാനിനകത്ത് കൊടുത്തിരിക്കണം. അത് മസ്റ്റാണ്. പിന്നെ മാത്രമല്ല, അതിൽ കൊടുക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ട് നിങ്ങൾ കാനഡ തന്നെ സെലക്ട് ചെയ്തു. നിങ്ങളുടെ ഫെർദർ എഡ്യൂക്കേഷനായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഹയർ സ്റ്റഡീസിനായിട്ട് നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളുടെ ഈ ഒരു പ്ലേസ്, ഈ ഒരു കൺട്രി നിങ്ങൾ സെലക്ട് ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു റീസൺ നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ അതിനകത്ത് കൊടുത്തിരിക്കണം. അതിൻ്റെ ഒരു ഫോർമാറ്റ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ സാന്റമോണിക്ക് ഞാൻ ചെയ്ത സമയത്ത് എനിക്ക് അവർ കുറേ ഫോർമാറ്റ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാരണം അതിനകത്തിരിക്കുകയാണ് മെയിൻ കാര്യങ്ങൾ. നമ്മൾ ഇത്രത്തോളം ഡോക്യുമെന്റ്സും നമ്മൾ എന്തൊക്കെ കൊടുത്തു എന്ന് പറഞ്ഞാലും ഇത് വായിച്ചു നോക്കുന്ന വിസ ഓഫീസറിന് കാര്യം മനസ്സിലാവണം. ഈ കുട്ടി അല്ലെങ്കിൽ ഈ പയ്യൻ ഇന്ന ഒരു കാരണം കൊണ്ടാണ് ഈ കോഴ്സ് സെലക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇന്നൊരു കാരണം കൊണ്ടാണ് ഈ കൺട്രി സെലക്ട് ചെയ്യുന്നത് എന്ന് മസ്റ്റായിട്ടും മനസ്സിലാവണം ഇത് വായിക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ നിങ്ങൾ കൊടുക്കാനായിട്ട്. അതിൻ്റെ ഫോർമാറ്റും കുറേ സാമ്പിളും കാര്യങ്ങളും, ഫോർമാറ്റ് ഞാൻ പറയുന്നില്ല, സാമ്പിൾ മറ്റുള്ള കുട്ടികൾ ചെയ്തതും അല്ലെങ്കിൽ അത് ത്രൂ അപ്രൂവൽ ആയിട്ടുള്ളതുമായിട്ടുള്ള കുറച്ച് സാമ്പിൾസ് നിങ്ങൾക്ക് അയച്ചു തരും. നിങ്ങൾക്ക് അതൊക്കെ റെഫർ ചെയ്തിട്ട് നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അതിൽ ഉൾപ്പെടുത്താം. ഒരിക്കലും ഇത് കോപ്പി ചെയ്ത് വെക്കരുത്. നിങ്ങൾ ഈ സെയിം സാധനം തന്നെ ഫോട്ടോസ്റ്റാറ്റ് പോലെ എഴുതി വെച്ച് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് റിജക്ഷൻ ഫോർ ഷുവർ. ശരിക്കും നമ്മളുടെ കാര്യങ്ങൾ മാത്രം, അല്ലെങ്കിൽ നമ്മൾക്ക് എന്തുകൊണ്ട്, നിങ്ങൾ ആലോചിക്കുക എന്തുകൊണ്ടാണ് എനിക്ക് ഇന്ന കോഴ്സ് സെലക്ട് ചെയ്യണം, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഞാൻ ഈ കോഴ്സ് സെലക്ട് ചെയ്തത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഞാൻ ഈ ഫീൽഡ് സെലക്ട് ചെയ്തത് എന്നുള്ളത് നിങ്ങളിരുന്ന് ആലോചിച്ച് നിങ്ങളുടേതായിട്ടുള്ള സെൻറ്റൻസുകളിൽ, നിങ്ങളുടെ ഭയങ്കര വലിയ ലാംഗ്വേജ് ഒന്നും വേണ്ട, പക്ഷെ എന്നാലും അതിനകത്ത് എല്ലാം വന്നിരിക്കണം എന്ന രീതിയിൽ നിങ്ങൾ എഴുതുക, അത്രയേ ഉള്ളൂ. എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കൺസൾട്ടൻ്റ് ആരാണോ അവർക്ക് അയച്ചു കൊടുക്കുക, ഇന്ന രീതിയിൽ ഇത് മതിയോ, ഇത് ഓക്കെ ആണോ എന്ന് പറയുമ്പോഴത്തേക്കും അവർ പറയും ഇല്ല, ഇതിനകത്ത് ഇന്ന കാര്യങ്ങൾ കുറവാണ്, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളൊന്നും വേണ്ട എന്നുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞു തന്ന് അതിനനുസരിച്ച് നിങ്ങൾക്ക് അത് മാറ്റി കൊടുക്കുക, എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ സ്റ്റഡി പ്ലാൻ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസ് SOP എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. പിന്നെ ഞാൻ വെച്ചതെന്ന് വെച്ചാൽ IELTSന്റെ ടെസ്റ്റ് റിപ്പോർട്ട് ഫോം. ഇതിൻ്റെ പുറമേ ഞാൻ വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു
ഫോട്ടോ എന്ന് പറയുമ്പോൾ നമ്മൾ നോർമൽ എടുക്കുന്ന ഫോട്ടോ അല്ല, അവർ പറയുന്ന ഒരു ഇഞ്ചുണ്ട്. എനിക്ക് ആ ടൈമിൽ ഉണ്ടായിരുന്നത് 3.5 ഇഞ്ച് ഇൻറ്റു 4.5 എന്തോ ആയിരുന്നു, 3.5 ഇൻറ്റു 4.5 അങ്ങനെ എന്തോ ആയിരുന്നു കേട്ടോ അതിൻ്റെ ഒരു ഡയമെൻഷനൊക്കെ വരുന്നത്. എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല, അത്രയാണ് ഏകദേശം. ഓക്കെ, അപ്പോൾ ഫോട്ടോ വേണം, അതും നമ്മളുടെ ഇയർക്ക് കാണുന്ന രീതിയിൽ വേണം നമ്മൾ ഫോട്ടോ എടുക്കാനായിട്ട്. എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, വേറെ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്ത ആൾക്കാരുണ്ടാവും കേട്ടോ, അപ്പോൾ അവരുടേതായിട്ടുള്ള കമ്പനിയിൽ നിന്നുള്ള എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എടുക്കുക. കാരണം ഫ്യൂച്ചറിൽ നിങ്ങൾ PR അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് ഇവിടെ ഞാൻ ഓൾറെഡി പറഞ്ഞൊരു കോംപ്രഹെൻസീവ് റാങ്കിങ് സിസ്റ്റം CRS സ്കോർ ത്രൂ ആണ് നമ്മളുടെ PR കാര്യങ്ങൾ ഇരിക്കുന്നത്. അപ്പോൾ ആ സ്കോർ ഇവരെന്താണ് പറയുന്നത്, ഇപ്പോൾ കനേഡിയൻ ഗവൺമെൻറ് പറയുന്ന സ്കോർ നിങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ ഒരു ഹെൽപ്പായിരിക്കും. നിങ്ങൾക്ക് നാട്ടിലൊരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ, 1 വർഷം 2 വർഷം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് ബെറ്റർ ആയിരിക്കും. ജെന്യുവൻ ആയിരിക്കണം, മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്തിട്ടുള്ളത് തന്നെ എടുത്ത് വെക്കുക. അല്ലാണ്ട് ഇപ്പോൾ ഞാൻ ഇതേപോലെ കള്ളം കാണിച്ചിട്ട് അവിടെ നിന്ന് എനിക്ക് അത് കമ്പനിയിൽ നിന്ന് എനിക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു എൻക്വയറി വരുമ്പോഴത്തേക്കും അത് നിങ്ങൾക്ക് തന്നെ പാടായിരിക്കും. ഞാൻ എൻ്റെ സജഷനാണ് പറയുന്നത്, നിങ്ങൾക്ക് എന്തും തീരുമാനിക്കാം. അപ്പോൾ അത് ജെന്യുവൻ ആയിരിക്കുക, അതാണ് കുറച്ചും കൂടെ ബെറ്റർ. നാളെ ഒരു ചോദ്യം വന്നാലും നമ്മളിവിടെ പെട്ടുപോകരുത്. പിന്നെ ഞാൻ വെച്ചത് എന്താണ്, ഞാൻ ലോൺ അപ്രൂവൽ ഇട്ടോ, ഞാൻ പറഞ്ഞു ഞാൻ എബ്രോഡ് എഡ്യൂക്കേഷൻ ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു, അത് ത്രൂ ആണ് വന്നത്. അപ്പോൾ ആ ലോണ് അപ്രൂവലാക്കി, ബാങ്കിൻ്റെ സൈഡിൽ നിന്ന് ലോൺ അപ്രൂവൽ ആക്കി എന്നുള്ളൊരു ലെറ്റർ ഉണ്ടായിരുന്നു, അതും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയും ഡോക്യുമെൻറ്റ്സ് ആണ് ഞാൻ വെച്ചിരുന്നത്. ഞാൻ ഒന്നും കൂടെ ഒന്ന് ഫൈനലായിട്ട് പറയാം ഞാൻ വെച്ച ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത്. ഫസ്റ്റ് ഞാൻ വെച്ചത് എൻ്റെ ഓഫർ ലെറ്റർ, ലാംപ്ടൺ കോളേജിലുള്ള ഓഫർ ലെറ്റർ വെച്ചു. രണ്ടാമത് ഞാൻ വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫീ റെസീപ്റ്റ്സ്, ഞാൻ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും ഫീ അടച്ചിട്ടുണ്ട് എന്നുള്ള കോളേജിൽ നിന്നുള്ള കൺഫർമേഷൻ ആയിട്ടുള്ള കിട്ടിയ ഒരു റെസീപ്റ്റ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു, GIC റെസീപ്റ്റ്. അത് എൻ്റെ ഇവിടുത്തെ CIBC ബാങ്ക് അക്കൗണ്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തു, ഞാൻ അതിലേക്ക് പൈസ ഇട്ടു. അപ്പോൾ ബാങ്ക് എനിക്ക് ഒരു ലെറ്റർ തന്നിട്ടുണ്ടായിരുന്നു, GIC റെസീപ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു റെസീപ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പം GIC റെസീപ്റ്റ് മൂന്നാമത് വെച്ചു. നാലാമത് ഞാൻ വെച്ചെന്ന് വെച്ചാൽ എൻ്റെ അക്കാഡമിക് സർട്ടിഫിക്കറ്റ്സ്, എൻ്റെ എല്ലാ അക്കാഡമിക് സർട്ടിഫിക്കറ്റ്സും ഞാൻ അതിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മസ്റ്റായിട്ടും ശ്രദ്ധിക്കുക, ഇപ്പോൾ എഞ്ചിനീയറിംഗ് ആണ് പഠിക്കുന്നുണ്ടെങ്കിൽ, ഡിഗ്രിയാണ് പഠിക്കുന്നുണ്ടെങ്കിലും എന്ത് പഠിച്ചാലും നിങ്ങൾക്ക് കൺസോളിഡേറ്റഡ് സ്റ്റിൽ നമ്മളുടെ സെമസ്റ്റർ വൈസ് മാർക്കുണ്ട്. പക്ഷേ എന്നാലും നമുക്ക് ഓരോ സെമസ്റ്ററിലും കിട്ടുന്ന ഒരു മാർക്ക് ലിസ്റ്റ് ഉണ്ടാവും, അത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഗ്രാജുവേഷൻ ലെറ്ററും കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉൾപ്പെടുത്തി. ഈ അക്കാഡമിക് ഡോക്യുമെൻറ്റ്സ് എല്ലാം ഒരു PDF ആയിട്ടാണ് വെച്ചത്, അപ്പോൾ അതിനെ ഒറ്റയായിട്ട് കൂട്ടിയാൽ മതി. പിന്നെ ഞാൻ വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻകം സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് വെച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ IELTS വെച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ SOP വെച്ചിട്ടുണ്ടായിരുന്നു. SOP പ്രത്യേകം ശ്രദ്ധിക്കണം. ലോൺ അപ്രൂവൽ ലെറ്ററും ഫോട്ടോ, ഇത്രയും സാധനങ്ങളാണ് ഞാൻ എൻ്റെ വിസ ഫയലിംഗ് ഡോക്യുമെൻറ്റ്സ് ആയിട്ട് വെച്ചത്. പിന്നെ നമുക്ക് ഇത് വിസ ഫയലിംഗ് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ബയോമെട്രിക്സ് എടുത്ത് വെക്കണം. ബയോമെട്രിക്സ് ആണ് ലാസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ആപ്ലിക്കേഷൻ. വിസ ഫയലിംഗ് ഡോക്യുമെൻറ്റ്സ് എല്ലാം കൊടുത്തതുകൊണ്ട് മാത്രമായില്ല, അത് കഴിഞ്ഞിട്ട് മെഡിക്കലും എടുക്കുക. മെഡിക്കൽ ഞാൻ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്ഫ്രണ്ട് ആയിട്ട് എടുത്തു. ചിലർക്ക് മെഡിക്കൽ റിക്വസ്റ്റ് വരുമ്പോൾ മാത്രം എടുക്കുന്നവരുണ്ട്, പക്ഷെ ഞാൻ അപ്ഫ്രണ്ട് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ബയോമെട്രിക്സ് പോയിട്ട് എടുക്കാം. അപ്പോൾ ഈ ബയോമെട്രിക്സും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വിസ ഫയലിംഗ് എല്ലാം സെറ്റായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് എനിക്ക് അപ്രൂവൽ വന്നു, വിസ അപ്രൂവൽ വന്നിട്ടുണ്ടായിരുന്നു. ആ വിസ അപ്രൂവൽ വന്നു കഴിഞ്ഞ് പിന്നെ ഞാൻ ഇങ്ങോട്ട് കയറി വന്നു. അപ്പോൾ കയറി വരുമ്പോഴത്തേക്കും ഇമിഗ്രേഷൻ ഉണ്ട്. അപ്പോൾ IRCC ത്രൂ നമുക്ക് ഓൾറെഡി വിസ എല്ലാം അപ്രൂവലായി, കാര്യങ്ങളൊക്കെ ആയി. പക്ഷേ എന്നാലും ഈ ബോർഡർ കടന്ന് നമ്മൾ ഈ കാനഡയിലേക്ക് അകത്ത് കയറണം എന്നുണ്ടെങ്കിൽ എയർപോർട്ടിൽ വെച്ച് നമുക്ക് കുറേ ഇമിഗ്രേഷൻ ഓഫീസേഴ്സ് ത്രൂ അവരുടെ കുറച്ച് ക്വസ്റ്റ്യനേഴ്സ് ഉണ്ടാവും. ചിലർ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കത്തില്ല, ചിലർ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. അപ്പോൾ നമ്മളുടെ കയ്യിൽ നമ്മൾ ഇപ്പോൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന എല്ലാ ഡോക്യുമെൻറ്റ്സും ആ സമയത്ത് കാണിക്കണം. ചിലപ്പോൾ അവരിതൊന്നും ചോദിക്കത്തില്ല, പക്ഷേ ചോദിക്കാതിരിക്കാം, അത് ഡിപ്പെൻസ് ആണ്. പിന്നെ ഞാൻ വന്നതെന്ന് വെച്ചാൽ കൊറോണ ടൈമിലാണ്. എൻ്റെ 1 വർഷത്തെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ഓൺലൈനായിട്ട് എൻ്റെ ഈ 1 വർഷം മൊത്തവും നാട്ടിൽ നിന്ന് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് എൻ്റെ സെമസ്റ്റർ ബ്രേക്ക് തീരാറായപ്പോഴാണ് ഞാൻ കാനഡയിൽ വരുന്നത്. ഞാൻ അത് ഓൾറെഡി ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെൻ്റെ സെമസ്റ്റർ ബ്രേക്ക് തീരാൻ ഇനി 1 മാസം കൂടെ ഉള്ളൂ എന്ന രീതിക്കായിരുന്നു വന്നത്. അപ്പോൾ ആ സമയത്ത് വന്നപ്പോഴത്തേക്കും ഒരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ടായിരുന്നു എന്ന് കേട്ടു. ഇങ്ങനെ ഇത്രയും നാളും കൂടെ ഉണ്ടല്ലോ, ഇപ്പം നിങ്ങൾക്കിപ്പം കയറാൻ പറ്റില്ല, നിങ്ങൾ തിരിച്ചു പോകണം എന്ന് കുറച്ച് പേര് പറഞ്ഞു വിട്ടതായിട്ടും സ്റ്റുഡൻസിനൊക്കെ അങ്ങനെ പറ്റിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഞാൻ അറിഞ്ഞു. അപ്പോൾ എൻ്റെ കയ്യിൽ ഫുൾ ഡോക്യുമെൻറ്റ്സ് വേണം, പ്രൂഫ് വേണം. എനിക്ക് ആ സമയത്ത്
എൻ്റെ കോഴ്സ് എന്ന് പറഞ്ഞാൽ ലാബ് റിലേറ്റഡ് കോഴ്സാണ്. അപ്പം എനിക്ക് കുറേ അധികം ലാബ് ചെയ്യാനുണ്ട്. ഞാൻ 1 ഇയർ ഓൺലൈൻ ഫുള്ള് ചെയ്തതുകൊണ്ട് എനിക്ക് 1 ഇയറിലുള്ള 2 സെമസ്റ്റർ ഫുള്ളായിട്ടുള്ള ലാബ് ഒക്കെ നഷ്ടപ്പെട്ടു. എനിക്ക് മാത്രമല്ല, എൻ്റെ കൂടെ അന്ന് എൻറോൾ ചെയ്ത എല്ലാ കുട്ടികൾക്കും ലാബ് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ കോഴ്സിലുള്ള കേട്ടോ. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് കോളേജ് കോവിഡൊക്കെ കഴിഞ്ഞ് പിന്നെ എല്ലാ റെസ്ട്രിക്ഷൻസൊക്കെ മാറി തിരിച്ച് കയറി വരുമ്പോഴത്തേക്കും ആ ബ്രേക്കില്ലേ, അതായത് ആ 1 മാസം കൊണ്ട് ഈ 2 സെമസ്റ്ററിൻ്റെ ഫുള്ള് ലാബെല്ലാം ചെയ്ത് തീർക്കാം എന്നുള്ളൊരു ഡിസിഷൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നമുക്ക് കോളേജിൽ നിന്ന് മെയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇന്ന സമയത്ത് ഈ കോളേജിൽ ഉണ്ടാവണം എന്നും പറഞ്ഞിട്ടൊരു മെയിൽ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അതാണ് എൻ്റെ പ്രൂഫ്. ഞാനിപ്പോൾ ഇമിഗ്രേഷനിൽ അവർ ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനിപ്പോൾ വന്നു, നിങ്ങൾക്ക് ഇനി 1 മാസം ബ്രേക്ക് ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ വന്നാൽ ഈ ഒരു ലെറ്റർ കാണിച്ചു കൊടുത്താൽ മതി. എനിക്കിങ്ങനെ കോളേജിൽ നിന്ന് വന്നിട്ടുണ്ട്, ലെറ്റർ വന്നിട്ടുണ്ട്, മസ്റ്റായിട്ടും അതിനകത്ത് അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ടായിരുന്നു, മസ്റ്റായിട്ടും നിങ്ങൾ കോളേജിൽ പ്രസൻറ്റ് ആയിരിക്കണം നിങ്ങളെ ലാബ് ചെയ്യാനെന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കോഴ്സ് ഡിസ്കണ്ടിന്യൂ ആയി പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു റീസൺ കാണിച്ചാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ ആ സമയത്ത് വേണ്ട മറ്റൊരു ഡോക്യുമെൻറ്റ് എൻറോൾമെൻറ്റ് ഫോം, കോളേജിൽ ഞാൻ എൻറോൾ ചെയ്തു എന്നുള്ളതിൻ്റെ റീസെൻറ്റ് ഡേറ്റ് ഉള്ള ഒരു എൻറോൾമെൻറ്റ് ലെറ്റർ എനിക്ക് വേണമായിരുന്നു. അത് നമ്മുടെ കോളേജിൻ്റെ സൈറ്റിൽ നിന്ന് തന്നെ കിട്ടുമായിരുന്നു കേട്ടോ. അപ്പോൾ കോളേജിൻ്റെ സൈറ്റിൽ നിന്ന് അത് കിട്ടുന്നതിനെ കൊണ്ട് അതൊന്നും പ്രശ്നമില്ല. അതെടുത്ത് വെച്ചു. ഞാൻ പിന്നെ എൻ്റെ ഈ മെയിൽ കോപ്പി എടുത്തിട്ട് പ്രിൻ്റ് എടുത്ത് എൻ്റെ കൈ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിലുണ്ടായിരുന്നത് അക്കാഡമിക് കലണ്ടർ. എൻ്റെ 1 വർഷത്തെ കോഴ്സ് നടന്നുകൊണ്ടിരുന്നല്ലോ. അപ്പം നമുക്ക് ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്കിപ്പോൾ നാട്ടിൽ ടൈം ടേബിൾ ഇല്ലേ, അതേപോലെ തന്നെ നമുക്ക് എന്തൊക്കെ കോഴ്സാണ് നടക്കുന്നത് എന്നുള്ളത് നമ്മൾ ഇവിടുത്തെ അക്കാഡമിക് കലണ്ടർ എന്ന് പറയും. ടൈം ടേബിളിന് പകരം അക്കാഡമിക് കലണ്ടർ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്ന സമയത്ത് നിങ്ങൾക്ക് ഇന്ന കോഴ്സ് ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ ആ ഒരു അക്കാഡമിക് കലണ്ടറും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻറോൾമെൻറ്റ് ലെറ്ററും അക്കാഡമിക് കലണ്ടറും പിന്നെ എൻ്റെ ഈ മെയിലും, ലാംപ്ടൺ കോളേജിൽ വന്ന മെയിലും, ഇത് 3 എൻ്റെ കയ്യിലുണ്ടായിരുന്നത് കൊണ്ട് ഇത് 3 എന്നോട് ചോദിക്കുകയും ചെയ്തു കേട്ടോ. അവരെന്നോട് ഏറ്റവും കാര്യങ്ങളും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ഇമിഗ്രേഷൻ ഓഫീസർ പുള്ളി എയർപോർട്ടിൽ തന്നെയാണ് ഇമിഗ്രേഷൻ നടക്കുന്നത്. ആ സമയത്തായിരിക്കും നമുക്ക് നമ്മുടെ സ്റ്റഡി പെർമിറ്റ് അടിച്ച് കിട്ടുന്നത്. നമുക്ക് സ്റ്റഡി വിസ വന്നു, നമ്മുടെ പാസ്പോർട്ടിൽ വിസ സ്റ്റാമ്പ് ചെയ്യുന്നുണ്ട്, അതൊക്കെ ഓക്കെ. പെർമിറ്റ് എന്ന് പറയുന്നത് വേറൊരു ലെറ്ററാണ്, വലിയൊരു ലെറ്ററാണ്. അപ്പോൾ അത് നമുക്ക് കിട്ടുന്നത് എയർപോർട്ടിൽ ഈ ഇമിഗ്രേഷൻ കൂടെ കഴിഞ്ഞിട്ടാണ്. ആ ഒരു ഇമിഗ്രേഷൻ ഓഫീസർ, വിസ ഓഫീസറല്ല, ഇമിഗ്രേഷൻ ഓഫീസർ ക്ലിയർ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ സ്റ്റഡി പെർമിറ്റ് അവരുടെ കയ്യിലുണ്ടാവും. പക്ഷേ ഈ ക്വസ്റ്റിനൊക്കെ ചോദിച്ച് അവരുടെ ഒരു ക്ലാരിറ്റിയും കൂടെ വരുത്തി കഴിഞ്ഞാൽ മാത്രമേ അവർ നമുക്ക് ആ ഒരു പെർമിറ്റ് തരുള്ളൂ. എന്നിട്ട് ഇതേപോലെ ഇപ്പം എൻ്റെ കോഴ്സ് കഴിഞ്ഞ് ഞാൻ മൂവ് ചെയ്തു. ഇനി ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. എങ്ങനെയെങ്കിലും ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് കോൺടാക്ട് ഒപ്പിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. ഇല്ലെങ്കിൽ നമുക്കൊരു ഐഡിയ വേണം എന്താണ് ഇവിടെ നടക്കുന്നത്, അല്ലെങ്കിൽ ഈ കേൾക്കുന്നതൊക്കെ ശരിയാണോ, ഒരാൾ മാത്രം പറയുന്നത് വിശ്വസിച്ചൊന്നും ഒരിക്കലും പോരുത്. നമുക്കറിയാത്ത കൺട്രിയാണ്, അതുകൊണ്ടാണ്. ഓക്കെ, പിന്നെ അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം എനിക്ക് അറിയാതെയാണ് ഇന്ന് കോഴ്സ് സെലക്ട് ചെയ്തതും ഞാൻ ടൊറൻഡോ ചൂസ് ചെയ്തതും. പിന്നെ എനിക്ക് പറയുന്ന പോലെ കെമിസ്ട്രി എടുത്തതുകൊണ്ട്, എൻ്റെ ഡിഗ്രി കെമിസ്ട്രി ആയതുകൊണ്ട് എനിക്ക് ആ കോഴ്സ് എടുക്കാനുണ്ട്. എൻ്റെ മുന്നിലൊരു നിർവാഹമുള്ളൂ. ഞാൻ വേറെ ഫീൽഡിൽ വർക്ക് ചെയ്തിട്ടില്ല. വേറെ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് വേറെ കോഴ്സ് എടുക്കാമായിരുന്നു, ഒരു പ്രശ്നം. എനിക്ക് ആ ഫീൽഡ് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അതിനകത്ത് കുറച്ചുകൂടെ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ പഠിക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് എൻ്റെ സ്റ്റഡി പ്ലാനിനകത്ത് എഴുതി കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് ആ വേറൊരു കോഴ്സ് അല്ലെങ്കിൽ വേറൊരു ഫീൽഡ് സെലക്ട് ചെയ്യാം. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് കെമിസ്ട്രി തന്നെ എൻ്റെ ഹയർ എഡ്യൂക്കേഷനെ ഒരു കോഴ്സായിട്ട് അല്ലെങ്കിൽ സബ്ജക്റ്റായിട്ട് എനിക്ക് സെലക്ട് ചെയ്യേണ്ടി വന്നു. അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാക്സിമം നിങ്ങൾ ടൊറൻഡോ നോക്കാതിരിക്കുക. ഇപ്പോൾ കാനഡയിൽ കുറച്ചും കൂടെ പോപ്പുലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വെൽ നോൺ ആയിട്ടുള്ള സിറ്റീസ് വാൻകൂവറും ടൊറൻഡോയും ആണ്. പക്ഷേ കാനഡയിൽ 10 പ്രൊവിൻസും 3 ടെറിട്ടറീസും ഉണ്ട്. ഈ പറയുന്ന ടൊറൻഡോയും വാൻകൂവറും അല്ലാതെ, ടൊറൻഡോ ഇരിക്കുന്നത് ഒണ്ടാറിയോ എന്നൊരു പ്രൊവിൻസിലും നമ്മുടെ വാൻകൂവർ ഇരിക്കുന്നത് BC ബ്രിട്ടീഷ് കൊളംബിയ എന്ന് പറയുന്നത്, ഞാൻ നിൽക്കുന്നത് ബ്രിട്ടീഷ് കൊളംബിയയിലാണ്. അപ്പോൾ ബ്രിട്ടീഷ് കൊളംബിയ എന്ന് പറയുന്ന ഒരു പ്രൊവിൻസിലുമാണ്. പക്ഷേ ഈ പറയുന്ന ഒണ്ടാറിയോയിലും ബ്രിട്ടീഷ് കൊളംബിയയിലും ഈ സ്ഥലങ്ങൾ മാത്രമല്ലാതെ, ടൊറൻഡോയും വാൻകൂവറും മാത്രമല്ലാതെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്, ഒരുപാടധികം. ഇപ്പം ഞാൻ നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു ചെറിയ ടൗണാണ്. കാനഡയിൽ ഇങ്ങനത്തെ സ്ഥലങ്ങളുണ്ടോ എന്നുള്ളത് ഞാൻ ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത്. അപ്പോൾ അങ്ങനത്തെയുള്ള സ്ഥലങ്ങളുണ്ട്. കുറച്ചും കൂടെ PR ഫോക്കസ്ഡ് ആയിരിക്കണം നമ്മൾ പോകുന്നത്. നമ്മൾ പഠിച്ച കോഴ്സ് ശരിയാണ്, നമുക്ക് പഠിച്ച ഫീൽഡിൽ ജോലി വേണം, നമ്മൾ പഠിച്ചതിൻ്റെ ത്രൂ തന്നെ നമുക്ക് ജോലി വേണ്ടേ, അതൊക്കെ വേണം, അതെല്ലാം ശരി തരുന്നു. പക്ഷേ നമുക്കിവിടെ ഒരു നിലനിൽപ്പ്, നമ്മൾ ഈ രാജ്യത്ത് വന്നത് നമുക്ക് നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ PR അല്ലെങ്കിൽ പെർമനൻറ്റ് റെസിഡൻസ് എന്ന് പറയുന്നൊരു സാധനം കിട്ടണമെങ്കിൽ നമ്മൾ അതിനും കൂടെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അപ്പോൾ പ്രൊവിൻസ് സെലക്ട് ചെയ്യുമ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ ഈ ടൊറൻഡോയും വാൻകൂവറും ഒന്നും നോക്കാതെ
വേറെ പ്രൊവിൻസ് നോക്കുക, അല്ലെങ്കിൽ ഈ പറയുന്ന ടൊറൻറ്റോ വാൻകൂവർ അല്ലാതുള്ള വേറെ സ്ഥലങ്ങൾ നോക്കുക. അതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. അവിടെയൊക്കെ നല്ല പോപ്പുലേറ്റഡ് ആയതുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ CRS പോയിന്റ് ഒന്ന് മീറ്റ് ചെയ്യാനൊക്കെ പാടായിരിക്കും. ഇപ്പോൾ PNP ഒക്കെ കിട്ടുന്ന, ഞാൻ പറഞ്ഞു നേരത്തെ, ഞാൻ അതിൻ്റെ ലാസ്റ്റ് വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്, PNP പ്രോവിൻസ് നോമിനി പ്രോഗ്രാമൊക്കെ കിട്ടുന്ന കുറേ സ്ഥലങ്ങളുണ്ടടാ. അപ്പോൾ അങ്ങനെ അതൊക്കെ നോക്കിയിട്ട് വേണം. അത് നിങ്ങളുടെ കൺസൾട്ടൻ്റ് ഇപ്പോൾ ആരാണോ അവരുടെ അടുത്ത് കൺസൾട്ട് ചെയ്തിട്ട് അവരുടെ അടുത്ത് പറയുക എനിക്ക് ഇന്ന സാധനം വേണം, അല്ലെങ്കിൽ എനിക്ക് PNP ഉള്ള സ്ഥലം തന്നെ വേണം. അവർ ചിലപ്പോൾ അവരുടെ കമ്മീഷൻ കിട്ടുന്ന കോളേജുകളും അല്ലെങ്കിൽ അവർക്ക് കുറച്ചും കൂടി ഇവർ പോയി കഴിഞ്ഞാൽ ഈ സ്ഥലത്തിനെ പറ്റി കുറ്റം പറയത്തില്ല എന്നുള്ളൊരു സ്ഥലങ്ങളൊക്കെ ആയിരിക്കും അവർ സജസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ അങ്ങനെയല്ല, നിങ്ങൾ അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നെങ്കിൽ മാത്രമേ കാര്യമുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വിസ ഫയലിംഗ് ഡോക്യുമെൻറ്റ്സിനെ പറ്റിയിട്ട് എനിക്ക് പറയാനുള്ളത്. എല്ലാവരും നല്ല രീതിയിൽ എല്ലാം എൻക്വയറി ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻസും സജഷൻസും എല്ലാം കമൻറ്റ് ബോക്സിൽ വരണം കേട്ടോ. അതേപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ദ ചാനൽ. അതേപോലെ തന്നെ നമ്മുടെ ബെല്ലൈക്കൺ സൈഡിലുണ്ടാവും, അതും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും ഞാൻ ഇടുന്ന വീഡിയോ. ഇനി ഇതേപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ കുറച്ച് ഇടണം എന്ന് ആണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ശരിയെന്നാൽ ബൈ.